നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 110ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത സാഹിത്യകാരനായ ശ്രീ യു.എ. ഖാദറിനെ കുറിച്ചിട്ടാണ്. ചങ്കജം എന്നുള്ള നോവലിന് അവതാരിക എഴുതാൻ വേണ്ടി ഒരുപാട് പേരെ കണ്ടതും അതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങളോട് പറഞ്ഞതുമെല്ലാം ഓർക്കുമല്ലോ. ഒടുവിൽ ആ കൃതിയുമായി ഖത്തറിൽ ഞാൻ ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള ഇന്ത്യൻ കൾച്ചറൽ സെൻറ്ററിൽ വർക്ക് ചെയ്യുന്ന അവസരത്തിലാണ് അവിടുത്തെ ഒരു ഫംഗ്ഷന് ശ്രീ യു.എ. ഖാദർ വരുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബം, മക്കളും മറ്റും ഖത്തറിലൊന്നുണ്ട്. അങ്ങനെ കുറേ ദിവസം അദ്ദേഹം അവിടെ താമസിക്കുന്നുണ്ട്. അങ്ങനെ ഒരു രാത്രി അദ്ദേഹം അവിടെ വന്നപ്പോൾ, അന്ന് ഫ്രിഡ്ജിൽ ഉബ്രാനിലാണ് ICCയുടെ ബിൽഡിംഗ്. ഞാൻ അവിടെ തന്നെ വർക്ക് ചെയ്യുകയും അവിടെ തന്നെ താമസിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടമാണത്. അങ്ങനെ രാത്രി വന്ന് അദ്ദേഹവുമായി കുറേ നേരം സാഹിത്യത്തെക്കുറിച്ചും മറ്റും സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനൊരു റിക്വസ്റ്റ് പറഞ്ഞു. അതിനെന്താ, നിങ്ങളൊരു എഴുത്തുകാരനല്ലേ, ഞാൻ വായിച്ചിട്ട് എൻ്റെ അഭിപ്രായം പറയാം. വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിന് അത് ആകൃതി കൊടുക്കുകയും അദ്ദേഹം അത് വായിക്കുകയും അതിനെക്കുറിച്ചൊരു ചെറിയൊരു ബ്രീഫ് എനിക്ക് എഴുതി തരികയും ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ ഒരു കൾച്ചർ ഫോമിൻ്റെ ഫംഗ്ഷൻ നടക്കുമ്പോൾ അവിടെയുള്ള പല എഴുത്തുകാരും കഥകളും കവിതകളും ഒക്കെ അവതരിപ്പിച്ച കൂട്ടത്തിൽ ഇദ്ദേഹം അധ്യക്ഷ സ്ഥാനത്തിരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞ വായിച്ച ചെറുകഥ കേൾക്കുകയും നന്നായിട്ടുണ്ട്, എഴുത്തിപ്പോഴും തുടരുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, തുടരുന്നു, കുറേശ്ശൊക്കെ എഴുതുന്നുണ്ട്. കവിതയാണോ, കഥയാണോ, നോവലാണോ? നിങ്ങൾ പല മേഖലകളിൽ എഴുതുന്നു എന്നൊക്കെയാണല്ലോ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത്. എങ്ങനെ ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നു? ഇവിടുത്തെ ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എങ്ങനെ സമയം കണ്ടെത്തുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി ഇതാണ്: എല്ലാം കണ്ടെത്തണം എന്ന് കരുതിയാൽ കണ്ടെത്തും. നമുക്ക് ആവശ്യമുള്ള ഒന്നാണെങ്കിൽ നമ്മൾ തീർച്ചയായും കണ്ടെത്തിയിരിക്കും. അപ്പോൾ അതിനുവേണ്ടി കുറേ യത്നിക്കണം. വൈകുന്നേരം 4 മണി മുതൽ 11 മണി വരെയാണ് അന്ന് അവിടെ ഡ്യൂട്ടി സമയം. അത് കഴിഞ്ഞ് എല്ലാവരുമൊക്കെ പോയി ഓഫീസൊക്കെ അടച്ചു കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഫുഡ് ഉണ്ടാക്കലും കഴിക്കലും ഒക്കെ. കിടക്കുമ്പോൾ ഏകദേശം 1:30-2 മണിയാവും. കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അതിനകത്ത് തന്നെയുള്ള ലൈബ്രറിയിൽ നിറയെ പുസ്തകങ്ങളാണ്. ആ പുസ്തകങ്ങളിൽ നിന്ന് നമുക്കിഷ്ടമുള്ളതെല്ലാം വായിച്ചു കഴിഞ്ഞ് മനസ്സിന് ഒരു പ്രത്യേക തലത്തിൽ എത്തിയ ശേഷമാണ് കഥകളും കവിതകളും ഒക്കെ എഴുതാറ്. അങ്ങനെ എൻ്റെ നോവലിന് യു.എ. ഖാദർ കുറച്ച് വരികൾ കുറിച്ചു. ആ വരികൾ നിങ്ങളെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഇരുപത്തിരണ്ട് 7/1997 യു.എ. ഖാദർ. പ്രിയപ്പെട്ട ശരവൺ മഹേശ്വർ, കഥ വായിച്ചു, സന്തോഷപൂർവ്വം കേൾക്കുകയും ചെയ്തു. പഴയ കാലഘട്ടത്തിൻ്റെ മുഴക്കവും പുതിയ ജീവിതാന്തരീക്ഷത്തിൻ്റെ താളപ്പിഴവുകളും ഈ കഥയിൽ സജീവമായി പ്രതിപാദിച്ചിട്ടുണ്ട്. സന്തോഷം. സ്നേഹപൂർവ്വം യു.എ. ഖാദർ. എത്രയേ അദ്ദേഹം കുറിച്ചുള്ളൂ, എങ്കിലും നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരം തന്നെയാണത്. അന്ന് ആ രാവിൽ ആദ്യമായി അവിടെ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ സ്വീകരിച്ചതും അദ്ദേഹവുമായി സംസാരിച്ചതെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. വീട്ടിൽ കൊണ്ടുപോയി ആ സൃഷ്ടി വായിച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊന്ന് എഴുതിക്കൊണ്ട് തരുന്നത്.
നല്ല നൈർമല്യമുള്ള പെരുമാറ്റം, എത്രയോ സാഹിത്യ അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തി. എന്നിട്ടും ജീവിത ക്ലേശങ്ങളും ജീവിതാനുഭവങ്ങളും അനുഭവിച്ചറിഞ്ഞതും എല്ലാം അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിൽ നിറഞ്ഞു നിൽക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് 1935 നവംബർ 16 കിഴക്കൻ മ്യാൻമാറിലെ റംഗൂണിലെ ബില്ലൻ എന്ന ഗ്രാമത്തിലാണ് എ ഖദർ ജനിച്ചത്. ഇദ്ദേഹം ജനിച്ച് 3 ദിവസത്തിന് ശേഷം മാതാവായ മംഗമതി വസൂരീകരണം മരണപ്പെട്ടു. തുടർന്ന് 7 വയസ്സുവരെ അവിടെ തുടർന്ന അദ്ദേഹം 2ാം ലോകമഹായുദ്ധക്കാലത്ത് ബർമയിൽ നിന്നും പിതാവിനോടൊപ്പം കേരളത്തിലേക്ക് മടങ്ങിയെത്തുകയായിരുന്നു. മദ്രാസ് കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ നിന്നും ചിത്രകലയിൽ ബിരുദം നേടി. 1953 മുതൽ ആനുകാലികങ്ങളിൽ എഴുതി തുടങ്ങി. 1990 സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചു. കഥാസമാഹാരങ്ങൾ, യാത്രാവിവരണങ്ങൾ, നോവലുകൾ തുടങ്ങി 70ഓളം കൃതികൾ. തൃക്കോട്ടൂർ പെരുമയിലൂടെ അദ്ദേഹം കൂടുതൽ പ്രശംസ നേടിയെടുത്തു. 2020 ഡിസംബർ 12 85-ാം വയസ്സിൽ ഈ ലോകത്തിൽ നിന്നും പോയി മറഞ്ഞു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഈ ജീവിതം എന്നേക്കുമായി വെടിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിൽ കാണുന്ന ജീവിതത്തിൻ്റെ വിവിധ തലങ്ങൾ, അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ കാണുന്ന വിശിഷ്യ വഴികളും സങ്കേതങ്ങളും നമ്മുടെ മനസ്സിൽ ഒരു ചിത്രം പോലെ കോറിയിടുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അവിടെ ഉണ്ടായിരുന്ന സമയത്ത് 2-3 തവണ അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും കഴിഞ്ഞു. ഇതിന് ഒരു ആമുഖം എഴുതി തന്ന ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞത്, കഴിഞ്ഞാൽ ഈ സൃഷ്ടി നമ്മുടെ ഭാഷകളിലും ഇന്ത്യൻ ഭാഷകളിലും വിദേശ ഭാഷകളിലും വിവർത്തനം ചെയ്ത് പ്രസിദ്ധപ്പെടുത്തണം. ഇതിൽ പ്രവാസത്തിൻ്റെ നീറുന്ന ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് പറയുന്നത്. വെറുമൊരു പ്രശംസയല്ല. ഒരു എഴുത്തുകാരന് മാത്രമേ മറ്റൊരു എഴുത്തുകാരനെ പറ്റി ചിന്തിക്കാനും വിലയിരുത്താനും ഒക്കെ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അത്ര സൃഷ്ടിപരമായും എഴുത്തിൻ്റെ രീതിയും ഒക്കെ എനിക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഇതിലെ കഥാപാത്രങ്ങളെല്ലാം ജീവിച്ചിരിക്കുന്നവരാണോ അതോ സങ്കല്പ കഥാപാത്രങ്ങളാണോ? യഥാർത്ഥത്തിൽ ഈ നോവലിൽ ഞാൻ പ്രതിപാദിച്ചിട്ടുള്ള വ്യക്തികളും സ്ത്രീകളും എല്ലാം ജീവിച്ചിരിക്കുന്നവർ തന്നെയാണ്. പക്ഷേ അവരുടെ പേരുകൾ മാത്രം ഞാൻ മാറ്റി. അവരുടെ പെരുമാറ്റം, അവരുടെ ഹൃദയത്തിൽ കുത്തിനോക്കുന്ന അനുഭവങ്ങൾ, സുഖങ്ങളെക്കാട്ടിലും ഒത്തിരി അനുഭവിച്ചത് ദുഃഖങ്ങളാണ്. ദുഃഖങ്ങൾ കൂടുതലുണ്ടെങ്കിൽ സൃഷ്ടിക്ക് ഊഷ്മളതയും ഊർജവും കൂടും എന്നാണ് എൻ്റെ വിവക്ഷ. എഴുതി തുടങ്ങുമ്പോൾ ഇത് എങ്ങനെ എഴുതി തീർക്കണം എന്നുപോലും അറിയില്ലായിരുന്നു. 8 വർഷം ഒരു നോവലിന് വേണ്ടി സമർപ്പിക്കുക. 8 വർഷമെടുത്തു ഈ നോവൽ എഴുതി പൂർത്തിയാക്കാൻ. നോവലിൻ്റെ അന്ത്യത്തോടടുക്കുമ്പോൾ ഉറങ്ങാത്ത രാവുകൾ, എപ്പോഴും വീർപ്പുമുട്ടുന്ന സങ്കടങ്ങൾ, ശരിക്കും കരച്ചിലും മാനസിക വിഭ്രാന്തി വരുമോ എന്നുവരെ ഭയപ്പെട്ടു പോയ നിമിഷം. 536 പേജുള്ള ഈ നോവൽ എഴുതി തീർക്കാൻ 8 വർഷമെടുത്തു. അതൊരു ചെറിയ കാലയളവല്ല. അത് ഞാൻ മനസ്സിലാക്കുന്നു ശരവണ. അന്ത്യത്തോടടുക്കുമ്പോഴൊക്കെ അതിൽ ഒരുപാട് വിങ്ങലുകൾ, ഒരുപാട് നോവുകൾ
കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ അനുഭവിച്ച അനുഭവങ്ങൾ, ജോലിയിലുള്ള ഏറ്റക്കുറച്ചിലുകൾ, ജോലി പോകുമ്പോഴുള്ള വിഷമങ്ങൾ, താമസ സൗകര്യങ്ങൾ, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഓരോ പ്രവാസിയും വായിച്ചിരിക്കേണ്ട ഒരു നോവലാണിത്. ഇതിന് ഒരുപാട് അവാർഡുകളും ഒരുപാട് അംഗീകാരങ്ങളും കിട്ടട്ടെ. 8 വർഷം എന്ന് പറയുന്നൊരു ചെറിയ കാലയളവല്ല. ഞാനത് മഹത്വവൽക്കരിക്കാനോ നിങ്ങളെപ്പറ്റി പുകഴ്ത്തി പറയാനോ അല്ല. എനിക്കത് മനസ്സിലാവും. ഞാനും കുറേ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് മ്യാൻമാറിൽ കഴിയുന്ന കാലത്ത്. കുഞ്ഞിലെ തന്നെ അമ്മയെ നഷ്ടപ്പെട്ടു. പിന്നെ അച്ഛൻ്റെ കീഴിൽ കോഴിക്കോട് വന്ന് ജീവിതം തുടങ്ങുമ്പോഴൊന്നും ഞാനൊരിക്കലും ഒരു എഴുത്തുകാരനായി തീരും എന്ന് എനിക്ക് പറയാവതല്ലായിരുന്നു. പക്ഷെ ഒറ്റപ്പെടലും ജീവിതത്തിലെ നീറുന്ന അനുഭവങ്ങളും ആണ് എന്നെ എഴുതാൻ പ്രേരിപ്പിച്ചത്. അതുകൊണ്ടാണ് ഒരു എഴുത്തുകാരൻ്റെ മനോവ്യഥ, ഒരു എഴുത്തുകാരൻ്റെ മാനറിസം ഒക്കെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയും എന്ന് പറഞ്ഞത്. ഞാനും എഴുതാറുണ്ട്. പക്ഷെ നിങ്ങളുടെ ഈ നോവൽ വായിച്ചു കഴിഞ്ഞപ്പോൾ ജീവിതം ഒരു കരയിലും എത്തിയില്ലല്ലോ, ഈ കരയിലും ആ കരയിലും നടുക്കടലിൽപ്പെട്ടൊരു അവസ്ഥയല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു എന്നുള്ളതാണ് പരമാർത്ഥം. ഇപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, സാരമില്ല, കാലം ഇനിയും ഒത്തിരി ഉണ്ടല്ലോ, നിങ്ങൾ ചെറുപ്പമല്ലേ, സംശയമില്ല. നിങ്ങളുടെ മറ്റുള്ള സൃഷ്ടികളെക്കാട്ടിലും ഇവിടുത്തെ ലൈബ്രറിയിൽ നിന്ന് ഞാൻ നിങ്ങളുടെ 2-3 കവിതാ സമാഹാരങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു. വായിച്ചില്ല, അതറിയാമല്ലോ. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി ഇതിൽ നിങ്ങളുടെ ജീവിതം തുന്നിച്ചേർത്തിരിക്കുന്നു. ശരിക്കും ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയത് ഇത് പ്രവാസത്തിൻ്റെ മാത്രം കഥയല്ല. ജീവിതം എങ്ങനെയാവണം, ജീവിതം എത്തരത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കണം എന്നുള്ള ഒരുപാട് തിക്തമായിട്ടുള്ള അനുഭവങ്ങൾ മൂടുപടമില്ലാതെ ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ശരവൺ. ശരിക്കും പറഞ്ഞാൽ ഇത് പ്രീ ഡിഗ്രിയോ BA മലയാളം ഐച്ഛിക വിഷയമായി എടുക്കുന്ന കുട്ടികൾക്ക് പഠിക്കാൻ യൂണിവേഴ്സിറ്റി ഇതിനെ തിരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ ഇന്ന് വിദേശങ്ങളിൽ പോയി ജോലി ചെയ്യാൻ തിരക്ക് കൂട്ടുന്ന യുവജനങ്ങൾക്ക് ജീവിതം എന്താണെന്നും എങ്ങനെ മുന്നോട്ട് പോകണമെന്നും മനസ്സിലാക്കാൻ കഴിയും എന്നതാണ് എൻ്റെ പക്ഷം. ഇതൊരു പുകഴ്ത്തലൊന്നുമല്ല, എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കാരണം അത്രമാത്രം തീഷ്ണതയും അത്രമാത്രം തീവ്രതയും ഇതിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഉണ്ട്. ഞാൻ നിങ്ങളോട് ഒന്ന് ചോദിക്കട്ടെ, ഇതിലെ ശരിക്കും കുട്ടൻ എന്നുള്ള കഥാപാത്രം നിങ്ങൾ തന്നെയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാനൊന്ന് ചിരിച്ചു. അതിനിടയിൽ 1-2 ആളുകൾ വന്നു, അവരുടെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങളെല്ലാം ഒന്ന് പരിഹരിച്ച് ലൈബ്രറിയിൽ ഒന്ന് ചുറ്റി നടന്ന് അദ്ദേഹം കണ്ട ശേഷം വീണ്ടും എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അതെ സർ, ഞാൻ കുട്ടനായി മാറുകയായിരുന്നു. എൻ്റെ ഭാവനയിലൂടെയും എൻ്റെ അനുഭവങ്ങളിലൂടെയും അനുഭവിച്ചറിഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, ആ കാര്യങ്ങളാണ് കഥാപാത്രങ്ങളായി മാറുകയും ഇതിൽ സന്നിവേശിപ്പിക്കുകയും ചെയ്തത്. എന്തായാലും ശ്രവൺ, ഏത് തരത്തിലാണെങ്കിലും ഈ നോവൽ പ്രസിദ്ധീകരിക്കണം. താങ്കൾക്ക് അർഹതയുള്ള അംഗീകാരം ലഭിക്കും ഈ കൃതിയിലൂടെ, സംശയം വേണ്ട. അതേപോലെ തന്നെ അതിലെ രേഖാചിത്രങ്ങൾ ഇവിടെയുള്ള ആളാണ് വരച്ചതെന്ന് കാണുന്നു. അദ്ദേഹത്തിന് ഞാൻ കണ്ടിട്ടില്ല, കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, ഗഫൂർ. പക്ഷേ അതിലെ വരകൾ കാണുമ്പോൾ തന്നെ അറിയാം ജീവിതം എത്ര ഭയാനകമായിരുന്നു എന്ന്. ഞാനും ഒരു ചിത്രകാരനാണല്ലോ, ഞാൻ അതിലാണ് ബിരുദം നേടിയത്, അതറിയാമല്ലോ ശ്രവണന്. അതും ഇതിലെ അവതരണ രീതിയുമെല്ലാം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്.
എല്ലാം കാലമാണല്ലോ നിശ്ചയിക്കുന്നത്. അവാർഡ് കിട്ടുന്നോ അവാർഡ് കിട്ടുന്നില്ലയോ എന്നുള്ളതല്ല വിഷയം. പക്ഷേ ഇതിലെ കണ്ടൻറ്റ്, ഇതിലെ കഥാസംഗ്രഹം വളരെ ഗംഭീരമായി തോന്നി ശ്രവൺ. ഞാൻ 2-3 ദിവസം കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോകും. എന്തായാലും ഇത് വായിച്ചതിൻ്റെ ഓർമ്മകൾ വളരെ പ്രയാസപ്പെട്ടു കേട്ടോ വായിച്ചു തീർക്കാൻ. വലിയൊരു ഗ്രന്ഥമല്ലേ, 500 പേരിൽ ചേർന്ന് വരുന്ന ഒരു വലിയൊരു സൃഷ്ടി, അതും ഓൺലൈനിൽ ഒരു വശത്താണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത്. എന്തായാലും എൻ്റെ മനസ്സിൽ ഒരുപാട് വിങ്ങലുകൾ ഉണ്ടാക്കി. അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ ഈ നോവൽ അവസാനിച്ചുവല്ലോ എന്നും ഒരു നല്ലൊരു സന്തോഷമുള്ള അവസ്ഥയിൽ ഈ നോവൽ അവസാനിപ്പിക്കുകയും ചെയ്തപ്പോൾ ശരിക്കും ചാരിതാർത്ഥ്യം തോന്നി. ദുഃഖങ്ങളിൽ നിന്നും സുഖത്തിലേക്കുള്ളൊരു വഴിയാണ് ഈ സൃഷ്ടി. എല്ലാ നന്മകളും എല്ലാ വിജയങ്ങളും ശ്രവണനുണ്ടാകട്ടെ, ഞാൻ വരട്ടെ എന്ന് പറഞ്ഞ അദ്ദേഹം ഷേഖ് ഹാൻഡ് തന്ന് ഞാൻ തൊഴുകയോടെ ICCയിൽ നിന്ന്, ഇന്ത്യൻ കൾച്ചർ സെൻറ്ററിൽ നിന്നും അതിൻ്റെ പടിക്കെട്ടുകളിൽ ഇറങ്ങി അദ്ദേഹം കാറിൽ കയറുമ്പോൾ ഞാൻ ഡോർ തുറന്നു കൊടുത്തു. അദ്ദേഹം എന്നെ ഒന്ന് നോക്കി. തൊഴുകയോടെ ഞാൻ അങ്ങനെ നിന്നപ്പോൾ അദ്ദേഹം എന്നെ ഒന്ന് നോക്കി കടന്നുപോയി. അങ്ങനെയാണ് അദ്ദേഹത്തെ ആദ്യവും അവസാനവുമായി ഖത്തറിൽ വെച്ചിട്ടാണ് അതിനെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇന്ന് കാലത്തിലൂടെ കടന്നുപോയെങ്കിലും അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ ഇന്നും വായിക്കപ്പെടുന്നു. ആ വലിയ എഴുത്തുകാരൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ, അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്ക് മുന്നിൽ കൂപ്പുകൈകളോടെ ഇവിടെ ചുരുക്കട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണും എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.